ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഉള്ളി നന്നായി വഴറ്റുകയാണ്. ഉള്ളി കുറച്ച് കളർ മാറുമ്പോഴേക്കും തക്കാളിയും പച്ചമുളകും അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റണം. തക്കാളിയും ഉള്ളിയുമൊക്കെ നന്നായി ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയിലേക്ക് അതിൻ്റെ ഒരു സ്വാദ് കിട്ടുകയുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ മസാലകൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. അതിനായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യണം. ചിക്കൻ കറിയൊക്കെ ഒരു തിക്നെസ് കൂട്ടാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഈ മസാല കൂട്ടുകളാണ് ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഏകുന്നത്. ഇതൊരു കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനൊപ്പം കൂട്ടാൻ അടിപൊളി ഒരു കറിയായിട്ട് മാറും. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മസാലകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ ലോ ഫ്ലെയിമിലുള്ള ചൂട് മാത്രമേ ആവശ്യമായി വന്നിട്ടുള്ളൂ. ഇനിയാണ് ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ അതിലേക്ക് ഇട്ടതിന് ശേഷം ആ മസാലകളെല്ലാം ചിക്കനിലേക്ക് ചേരണം. നന്നായി മിക്സ് ചെയ്ത് അവയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം മാത്രമേ അതിലേക്ക് ചേർക്കുന്നുള്ളൂ. കാരണം ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വെന്ത് വരണം. ഒരു തിക്നെസ്സിലുള്ള ഒരു ചിക്കൻ കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചോറിനൊപ്പമായാലും ഏത് ഫുഡിനൊപ്പമായാലും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തത് വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ വേണ്ടത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവയെല്ലാം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി കഴുകിയിട്ടു. പിന്നെ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് സോയാബീൻ, ക്യാരറ്റ്, ബീൻസ് മഞ്ഞളും മുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചോറിലേക്ക് ഞാൻ ചേർക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോറൊക്കെ നന്നായി അധികം വെന്തൊന്നും പോയിട്ടില്ല. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.